ഭരണത്തണലിൽ പോലീസ് വേട്ട. കിളിമാനൂരിൽ HSOയെ നടുറോഡിൽ തടഞ്ഞ് CPM ഭീഷണി. കൊട്ടാനുള്ള ചെണ്ടയല്ല പോലീസ് എന്ന് അസോസിയേഷൻ. കേരള പോലീസിന്റെ ആത്മവീര്യം തകർക്കുന്ന തരത്തിൽ ഭരണകക്ഷി പ്രവർത്തകർ അഴിഞ്ഞാടുന്നു. കിളിമാനൂർ നഗരൂരിൽ HSOയുടെ ജീപ്പ് തടഞ്ഞു നിർത്തി CPM DYFI പ്രവർത്തകർ നടത്തിയ ഭീഷണിപ്പെടുത്തലും അസഭ്യവർഷവും സേനയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. വഴിയെ പോകുന്നവർക്ക് കൊട്ടാനുള്ള ചെണ്ടയല്ല പോലീസ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തിയത് സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നു. വെള്ളല്ലൂർ ജവാഹർ ജംഗ്ഷനിൽ ഇന്നലെ വൈകിട്ട് 3:30 നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. നഗരൂർ HSON അൻസാറിന്റെ ജീപ്പിന് കുറുകെ കാർ വെട്ടിത്തിരിച്ചിട്ട CPM സംഘം ഉദ്യോഗസ്ഥനെ അസഭ്യം വിളിക്കുകയായിരുന്നു. CPM വെള്ളലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R രതീഷ് അടക്കം 9 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ 2 പേർ പിടിയിലായിട്ടുണ്ട്. കണ്ണൂരിൽ നീയല്ലേ എന്നെ ഉണ്ടാക്കിയത്, മുന്നോട്ട് പോകാതിരിക്കുക. തീർക്ക, നീ ആരടാ എന്നെ തീർക്ക? നീയാണ് എന്നെ തീർക്കുന്നത്. അത് തന്നെയാടാ, ഞാൻ എന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാടാ. നീയാണോ അവിടെ ഇൻവെസ്റ്റിഗേഷൻ നയിക്കുന്നത്? ഞാൻ തന്നെ SI എന്നേ പറഞ്ഞോളൂ. അതിനിപ്പുറം ഞാൻ പറഞ്ഞ CI ആണെന്ന്. അവന്റെ ഫ്ലെക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ. അവിടെ ഉണ്ടായിരുന്നു, അതിന്റെ വീഡിയോ എന്റെ ഉണ്ട്. നിന്നെ കാണിക്കേണ്ട കാര്യമല്ല. നീ ആര് നിന്നെ കാണിക്കാൻ? നീ ആരുടെ നിന്നെ കാണിക്കാൻ? നീ ആരുടെ നിന്നെ കാണിക്കാൻ? ഷോ അല്ലടാ, എന്റെ ജോലിയാടാ. എന്റെ ജോലിയാടാ. ഷോ ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ചെയ്യൂടാ. നീയല്ലല്ലോ എന്നെ പിടിച്ചവിടെ ഇരുത്തിയത്. കാണിക്കും. ഇത്രയും നാൾ കാണിച്ചിട്ടുണ്ട്. കാണിക്കാനാടാ വന്നത്. ജോലി ചെയ്യുന്നത് കണ്ടില്ലേ? നീ കണ്ടില്ലേ ജോലി ചെയ്യുന്നത്? ജോലിയാടാ എന്റെ ഇത്. നീ ചോണയുള്ളവനാണെന്ന് വൈകിട്ട് നീ എന്നെ മാറ്റി വെക്കടാ. നീ ചോണയുള്ളവനാണെങ്കിൽ നീ എന്നെ വൈകിട്ട് തന്നെ മാറ്റി വെക്ക്. അല്ല നീ വൈകിട്ട് തന്നെ മാറ്റിയതല്ലേ പറഞ്ഞ? നീ ചോണയുള്ളവനാണ് മാറ്റി വെക്ക്. നീ ചോണയുള്ളവനാണ് മാറ്റി വെക്കടാ. കാരണം ഞാൻ എന്റെ ജോലി ചെയ്യാനാണ് വന്നാ. നീ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്റെ ജോലി കയറാൻ വന്നതാ. പിന്നെ നീ ഇങ്ങോട്ട് കയറി വന്ന് എന്റെ ജോലി ചെയ്യാൻ വന്ന്. നീ ഇങ്ങോട്ട് കയറി വന്ന് പിന്നെ ഞാൻ നിന്റെ വീട്ടിലോട്ട് വന്നാ. പിന്നെ നീ വലിയ ഡയലോഗ് അടിക്കുന്നത്. നീ 4 മണിക്ക് എന്നെ മാറ്റാ. നീ മാറ്റി 4 മണിക്കുമ്പോ മാറ്റാൻ പാടാ. നീ ജോലി ചെയ്തോളാടാ. നീ പറയുമ്പോഴാണ് ജോലി ചെയ്യുന്ന. നിന്നെ അകത്തോട്ടുണ്ടാകാൻ കയറി വന്നതിന് ഷോ കാണിക്കാൻ വരുന്നത്. കണ്ണൂരിൽ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ സംഭവത്തിൽ വെള്ളലൂരിൽ നടന്ന CPM പ്രതിഷേധത്തിനിടെ കോൺഗ്രസിന്റെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുകയും മണ്ഡലം പ്രസിഡന്റ് VR അനന്തകൃഷ്ണനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കേസിലെ പ്രതികളായ 6 DYFI പ്രവർത്തകർക്ക് സ്റ്റേഷനിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയതാണ് CPM നേതൃത്വത്തെ പ്രകോപിപ്പിച്ചത്. നോട്ടീസ് നൽകാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറി എന്നാരോപിച്ചായിരുന്നു HSOയെ റോഡിൽ തടഞ്ഞുള്ള ഭീഷണി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസുകാർക്ക് നേരെ ഇടത് സംഘടനകൾ നടത്തുന്ന ആക്രമണങ്ങൾ പതിവാകുകയാണ്. മാൾ ഓഫ് ട്രാവൻകൂർ AR ക്യാമ്പിലെ CPO മിഥുൻ റോയിയെ SFI സംഘം വളഞ്ഞിട്ട് മർദ്ദിച്ചു. എന്നാൽ മർദ്ദനമേറ്റ ഉദ്യോഗസ്ഥനെതിരെ തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് ഒതുക്കാനായിരുന്നു നീക്കം. വെള്ളറട ക്ഷേത്രോത്സവത്തിനിടെ ഗതാഗത നിയന്ത്രണത്തിന് നിർദ്ദേശം നൽകിയ SI അഭിജിത്തിനെയും CPO ജസീമിനെയും CPM ലോക്കൽ സെക്രട്ടറി പ്രദീപും സംഘവും ചവിട്ടിക്കൂട്ടി ആശുപത്രിയിലാക്കി. കിളിമാനൂർ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം HSOയുടെ ജീപ്പ് തടഞ്ഞു നിർത്തി പരസ്യമായി വിരട്ടി. നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയമായി വേട്ടയാടുന്ന രീതിയാണ് നിലവിലുള്ളത്. ഭരണകക്ഷി പ്രവർത്തകർക്കെതിരെ കേസെടുത്താൽ അവർ പാർട്ടിയുടെ നോട്ടപ്പുള്ളികളാകും. ഇതോടെ അർഹമായ സ്ഥാനക്കയറ്റവും മികച്ച പോസ്റ്റിംഗും നഷ്ടപ്പെടുമെന്ന ഭയം താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ നിശബ്ദരാക്കുന്നു. തങ്ങളെ മർദ്ദിക്കുന്നവർക്കെതിരെ നിസാര വകുപ്പുകൾ ചുമത്തി ഒത്തുതീർപ്പിന് ശ്രമിക്കുന്ന മേലുദ്യോഗസ്ഥരുടെ നടപടിയിലും സേനയിൽ കടുത്ത അമർഷമുണ്ട്.
ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി നോട്ടീസ് നൽകാനെത്തിയ ഉദ്യോഗസ്ഥരോട് അസഭ്യം പറയുകയും പേക്കൂത്ത് നടത്തുകയും ചെയ്തത് അങ്ങേയറ്റം ഖേദകരമാണെന്ന് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. കേട്ടാൽ അറയ്ക്കുന്ന പദപ്രയോഗങ്ങൾ നടത്തുന്നവർക്ക് പൊതുപ്രവർത്തകനാകാൻ എന്ത് യോഗ്യതയാണുള്ളതെന്ന് പ്രബുദ്ധ കേരളം ചിന്തിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഉദ്യോഗസ്ഥർ. ഭരണമുഷ്ടിയിൽ പോലീസ് വീർപ്പുമുട്ടുമ്പോൾ സേനയ്ക്കുള്ളിലെ പൊട്ടിത്തെറി വിദൂരമല്ലെന്ന മുന്നറിയിപ്പാണ് അസോസിയേഷൻ നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ പോലീസുകാർക്ക് പോലും സുരക്ഷയില്ലെന്ന ആരോപണം ഇതോടെ ശക്തമായിരിക്കുകയാണ്. നട്ടലുള്ളവനാണ് മാറ്റി വെക്കും. കാണിച്ച 4 മണിക്ക് കേട്ടാ, ഈ വീഡിയോ കൂടെ ഞാൻ 4 മണിക്കിടാം. അതാണ് ഈ 4 മണിക്ക് വീഡിയോ കൂടെ ഇടാം. നീ നട്ടലുള്ളവനാണ് 4 മണി ആകുമ്പോ നഗരൂർ SHO ഒന്ന് മാറ്റിത്താ കേട്ടാ. നീ ഒന്ന് കാണിച്ച കേട്ടാ, 4 മണി. ശരി, ഇന്ന് കാണിച്ച. എന്ത് ഷോയടാ, എന്റെ ജോലി ചെയ്യുന്നതിന് ഷോ എന്ത്? എവിടെ വന്ന് പാവപ്പെട്ട പിള്ളേരെ കേസിലും പെടുത്തിട്ട് ന്യായം അടിക്കുന്നു. പാവപ്പെട്ട പിള്ളേരെ കേസിൽ ഉൾപ്പെടുത്തിയിട്ട് നടന്നോണ്ട് അവിടെ നിന്ന് ഷോ അടിക്കുന്നു. 18-19 വയസ്സുള്ള. ജോലി ചെയ്യാൻ തന്നെയാടാ വന്നത്. ഞാൻ ജോലി ചെയ്യാനാടാ വന്നത്. ആണടാ, ജോലി ചെയ്യാനാടാ വന്നത്. ഞാൻ ജോലി നിന്റെ ചെറിയാനായിട്ട് നിന്റെ വീട്ടിൽ വന്നാ ഞാൻ. നിന്റെ വീട്ടിൽ വന്നാടാ നിന്നെ ചെറിയാൻ നിന്റെ വീട്ടിൽ വന്നാ ഞാൻ. നിന്നെ ചെറിയാൻ നിന്റെ വീട്ടിൽ വന്നാ. നിന്റെ വീട്ടിൽ വന്നാ ഞാൻ നിന്നെ ചെറിയാൻ. ഇല്ലല്ലേ? എന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇരിക്കുന്ന സാധനത്തിന് അവനാരും ഇടപെടെ. 4 മണിക്കുമ്പോ മാറ്റും പോലും. വരുവടാ, എന്റെ കേസാകുമ്പോ ഞാൻ വരും, വീട്ടിൽ വരും. ഞാൻ വരുവടാ. നീ കാണിച്ചേടാ, 4 മണിക്കുള്ള നട്ടിലുണ്ടെ കാണിച്ചു തന്നെ.